Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത ടൊയോട്ട ഇറ്റിയോസ് ലിവ ആണ്. വണ്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത ടൊയോട്ട ഇറ്റിയോസ് ലിവ. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിയിൽ ഫുൾ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ഈ ബോഡി കിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ളി ലോവേഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഹെഡ്ലാമ്പ് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലൊരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. LED ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. F1 നമ്പർ പ്ലേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഒരു ഹണികോം മെഷും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഫോഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടവിങ് ഹുക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അലോയ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. GTR പ്രോൻ്റെ അലോയ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ETS ലെവൻ്റെ ഒരു എഞ്ചിൻ ബായും കാര്യങ്ങളൊക്കെ 4 സിലിണ്ടർ ഡീസൽ ടർബോ ചാർജർ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ലിവക്ക് വരുന്നത്. അതിൽ പീറ്റേഴ്സ് ടൂണിൻ്റെ സ്റ്റേജ് 1 റീവാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡിൻ്റെ ഒരു പെയിൻറ്റിങ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ കാര്യങ്ങൾ അതിന് എഞ്ചിൻ ബേയിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വണ്ടി മൊത്തത്തിലൊരു ഗ്രീൻ കളറിലേക്ക് വണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളി കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ടൊരു ഗ്രീൻ കളറിലാണ് വണ്ടി ഇപ്പം മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു എക്സ്ട്രാ സ്കേർട്ടും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഇതിൻ്റെ മിററിൻ്റെ ഭാഗത്ത് കയറുന്നതിൽ കാർബൺ ഫൈബർ ഹൈഡ്രോഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഇതിൻ്റെ റിയർ സൈഡ് കയറുന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് GTR പ്രോൻ്റെ അലോയ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടെയിൽ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വണ്ടിയിൽ കൊടുത്തുള്ളത്. LED ടെയിൽ ലാമ്പ്സ് ആണ് കൊടുത്തുള്ളത്. അതാണ് ഈ വണ്ടിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എക്സോസ് ടിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ഫംഗ്ഷനബിളും 2 ഡമ്മിയുമാണ്. പിന്നെ അതിൻ്റെ നേരെ സെൻട്രലായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് സെറ്റ് സ്പോർട്ടി സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. നേരെ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് കയറുന്നില്ല. ആദ്യം തന്നെ ഡോർ പാഡിൽ ഒരു കാർബൺ ഫൈബർ ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ. മൊത്തത്തിലൊരു കാർബൺ ഫൈബർ ഡിപ്പും കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലും കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഒരു ഇറ്റിയോസിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RPM ഗേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു RPM ഗേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഗേജ്, ഒരു ഓയിൽ പ്രഷർ ഗേജും, അങ്ങനെ 3 ഗേജസാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പോർട്ടി സീറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ സൺറൂഫിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. ഒരു ഇലക്ട്രിക് സൺറൂഫാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. എയർ സസ്പെൻഷൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗേജ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പാർക്ക് ടൈപ്പ് ഗിയർ നോബ്സാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കാർബൺ ഫൈബർ ഡിപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ റൂഫ് കംപ്ലീറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. തന്നെ ഈ ഒരൊറ്റ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ വണ്ടി ടോട്ടലി ലോവർ ചെയ്യാനുള്ള ഒരു ഒറ്റ ബട്ടണാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ലോവർ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര കാര്യങ്ങളാണ് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വണ്ടീൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാനായിട്ട്. ബൂട്ടിൽ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത് N1 കൺസെപ്റ്റ്സിൻ്റെ ഒരു എയർ സസ്പെൻഷൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി N1 കൺസെപ്റ്റ്സ് എന്നാണ് ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കംപ്രസർ, അതിൻ്റെ ടാങ്ക്, അതുപോലെ തന്നെ 2 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്ര കാര്യങ്ങൾ അതിൻ്റെ ബൂട്ടിൽ കൊടുത്തിട്ടുള്ളൂ. അത്ര
ഇത്ര കാര്യങ്ങളാണ് ഇറ്റിയോസ് ലിവാൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ